ഇതിന്റെ അകത്തുനിന്ന് നല്ലൊരെണ്ണം തപ്പിയെടുത്തിട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത് ഫേസിൽ വൃത്തികേടൊക്കെ മാറ്റിയിട്ട് വേണം ഫേസ്ബുക്കിലൊന്ന് അപ്ലോഡ് ചെയ്യാൻ. ഞാൻ ഏത് ഫോട്ടോ ഇടുന്നുള്ള കൺഫ്യൂഷനിലാ. ഏതിട്ടല്ല ലൈക്ക് കൂടുതൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് നേരാ. ചിലപ്പോൾ നമ്മൾ കൂറയാന്ന് വിചാരിച്ചിട്ടുള്ള ഫോട്ടോനായിരിക്കും ഭീകര ലൈക്ക് ഇടുന്നു. വലിയ സെറ്റപ്പായി കൂളിംഗ് ഗ്ലാസും തൊപ്പിയും വാച്ചും ഒക്കെ കടം വാങ്ങി ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുമ്പോൾ 1 or 2 ലൈക്ക്. മലയാള സിനിമന്റെ കാര്യം പറഞ്ഞ പോലെ ലൈക്കിന്റെ കാര്യം ഹിറ്റായി ഇല്ലേ പോക്ക. എടാ ലൈക്ക് കിട്ടണമെങ്കിൽ മുന്തിയനെ കാറോ സ്പീഡ് സ്പോർട്സ് ബൈക്കോ ബ്രാൻഡഡ് കോസ്റ്റ്യൂംസ് ഒക്കെ വേണോ? അല്ലാണ്ട് ഈ മരവും ചാരി ഫോട്ടോ എടുത്തിട്ടൊന്നും ആരും മൈൻഡ് ചെയ്യ പോലും ഇല്ല. നമുക്കിപ്പോ മുന്തിയ ബൈക്കോ കാറോ ഒന്നും ഇല്ലല്ലോ. നമുക്കുള്ളത് വെച്ച് നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. ഓരോരോ സിനിമാ നടന്മാർക്കും പാട്ടുകാർക്കും കിട്ടുന്ന ലൈക്കും കമന്റും കണ്ട ശരിക്കും കണ്ണ് തള്ളിപ്പോവും. ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു പാട്ട് റിയാലിറ്റി ഷോ കയറി പറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കിട്ടും ഇഷ്ടം പോലെ ലൈക്കും കമന്റും. ഇങ്ങനെ ഒരു ലൈക്കും കമന്റും ഷെയർ ഇല്ലാത്തൊരു ജീവിതം ഒരു ജീവിതാണോടാ? നീ തന്നോട് വെച്ച് ഞാനെന്താ പറയാ? ഇതിങ്ങനെ ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുക. കോഴിക്കോട് ഷൂട്ടിങ്ങുള്ളപ്പോൾ ഞാൻ ചെന്നതാണ് സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ. പക്ഷെ സെക്യൂരിറ്റി തല്ലി പുറത്താക്കി കഴിഞ്ഞു. എന്താ ചെയ്യാ? ഏടാ റിസ്വാനെ, ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ അതെങ്ങനെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാമെന്ന് നമ്മൾ വ്യക്തമായി പ്ലാൻ ചെയ്യണം. മനസ്സിലായില്ല. അതായത് നീ സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോ സൂപ്പർ സ്റ്റാറിന്റെ സെക്യൂരിറ്റി നിന്നെ ആക്രമിച്ചെന്ന് നീ പോസ്റ്റ് ഇടണം. അപ്പൊ ന്യായമായിട്ട് നീ ഹിറ്റാവും. അത് ശരിയാണ്. പക്ഷെ സംഭവം നടന്നിട്ട് ഒരു മാസമായി. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല റിസ്വാനെ. സമൂഹത്തിൽ നിലയം വിലയുള്ള മാന്യന്മാരെ 4 ചൊറിഞ്ഞാൽ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും. എന്നാ പിന്നെ ഇന്ന് തന്നെ ആട്ടും തട്ടിയാലോ? ഹലോ, ആടാ പറടാ. എപ്പോ? ഇന്നോ? ഇച്ചിനെ കഷ്ടായല്ലോ. ഓർത്ത നാളെ എനിക്കൊക്കെ ഗതി വരൂ. അല്ല, മാനേജ്മെന്റ് എന്ത് തോന്നിയ ദിവസം കളിക്കാന്നാ? ഇതൊന്നും ഇങ്ങനെ വിട്ടാ പറ്റില്ലടോ. ശരിടാ, ഞാൻ എന്നെ വിളിക്കാം. എന്താ റിസ്വാനെ? അല്ല, കോളേജിലൊരു PG സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്തു. ഫീസ് അടയ്ക്കാൻ പറ്റാത്തതിൽ മാനേജ്മെന്റിൽ ചില വാശികളാണ്. ഒരു പാവം ചേച്ചിയായിരുന്നു, എൻ്റെ നല്ലൊരു ഫ്രണ്ടേനി. പറഞ്ഞിരുന്ന കാര്യം ആള് പോയില്ലേ. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. യു ആർ ഗ്രേറ്റ് റിസ്വാൻ. ഞാനുണ്ട് നിന്റെ കൂടെ. താങ്ക് യു. എനിക്ക് പ്രതികരിക്കാൻ മുട്ടിയിട്ട് വയ്യ. നീ ഇങ്ങനെ പ്രതികരിക്കുന്ന കാര്യ പറഞ്ഞേ? അല്ലാണ്ട് പിന്നെ ഞാൻ വിചാരിച്ച അല്ലാതെയുള്ള പ്രതികരണമായിരിക്കും. ഓ, നിന്റെ മട്ടുഭാവം കണ്ടപ്പോ അങ്ങനെ തോന്നി. പിന്നെ എനിക്കെന്താ തലയ്ക്ക് ഭ്രാന്താണല്ലോ. ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണമൊക്കെ മതി. അല്ലാത്ത പ്രതികരണം എന്ന് പറഞ്ഞങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ മാനേജ്മെന്റ് എനിക്കൂട്ടും പണി തരും. ഞാനിടുന്ന എൻ്റെ ഈ പോസ്റ്റ് നീ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ വേറെ എന്തൊക്കെ കിടക്കുന്നു ഷെയർ ചെയ്യാൻ? അങ്ങനെ പറയല്ലടോ. ഷെയർ ചെയ്ത് എന്ത് തരും നീ? അനക്കെന്താ മണ്ടി? നീ ഒരു ഷാർജ ഷേക്ക് വാങ്ങി തരൂ. ഒന്ന് പോടേക്ക. ഒരു ഷെയറിന് ഒരു ഷെയ്ക്കോ? ഈ പോസ്റ്റ് ഇടുമ്പേ ഞാൻ ഷെയർ ചെയ്യാം. അല്ലാണ്ട് പൈസ മുടക്കിയിട്ട് ഷെയറും കമന്റ് ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ പോസ്റ്റ് ഇടുമ്പോ നീ ഷെയർ ചെയ്യണം. അത് ഞാൻ ചെയ്യും. ഒരു പോസ്റ്റ് ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. എന്നാ ഞാൻ പോവാടാ, നാളെ കാണാം. അന്ത് പോക്കാടോ, സെൽഫി എടുക്കടോ. ഞാൻ പോയിടുക. ചിരിക്കണോ? ആ പോയിക്കോ. കൂട്ടുകാരിന്റെ ഉപ്പ ദുബായിന്ന് വന്നപ്പോ കൊണ്ടു തന്ന ഇതുണ്ടെങ്കിൽ പല തരത്തിലും പല ആംഗിളിൽ നിന്നും സെൽഫി എടുക്കാം. ഇങ്ങനെ ഒരു സാധനം ഞാൻ അന്വേഷിച്ച് നടക്കേനും. ആണോ? എന്നാൽ അന്വേഷണം നിർത്തണ്ട, തുടങ്ങിക്കോ. ഈ സെൽഫി സ്റ്റിക്ക് ഇന്ത്യ. എന്താണ് താത്ത അങ്ങനെ പറയണേ? ഈ സാധനം ഇല്ലാന്ന് പറഞ്ഞ നാണക്കേടാണ്. എനിക്കൊരാവശ്യം വരുമ്പോ തന്നാ മതി. ആലോചിക്കട്ടെ. അല്ല, അക്ക് തന്ന ഇജിക്കും തരും. ഞമ്മളെന്ത് തരാനാ? ഇതെന്താ എത്താരക്കും വാടകയ്ക്ക് കൊടുക്കാൻ പോവാ? അല്ല, ഞമ്മക്ക് വാടകയൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടേ? ഞാനിടുന്ന പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യണം. അത്രേ ഉള്ളൂ. അത് നമ്മൾ ഏറ്റില്ലേ? ഈ എന്റെ അനിയനായിട്ടും എന്റെ ഒരൊറ്റൊരു പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. സോറി താത്ത, ഇന്ന് മുതൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഇത്താത്തൊരു ആവശ്യം വരുമ്പോ സെൽഫി സ്റ്റിക്ക് എനിക്ക് തരണം. ആദ്യം ഷെയർ ഒക്കെ ചെയ്യും, എന്നിട്ട് ഞാൻ ആലോചിക്കുക. എന്റെ സ്വന്തം ഇത്താത്തന്റെ പോസ്റ്റ് ഒന്നും ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്താത്തന്റെ അനിയനാന്ന് പറഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? വലിയ സോപ്പൊന്നും വേണ്ട. ആന്ന് ഞാൻ കാണിച്ചരാ. ഇനി നീളൂ. ഓ, നീളു. ഇനിയും വലുതാക്ക.
ദാ നീണ്ടില്ലേ ആ. ആ റസിയ, മതി. ആ നോത്തക്കോ. ദാ വത്തക്ക, വത്തക്ക തിന്നോളി. ആ ഏ? ഇതെന്തേതാ കുന്തോ? ഇതാണ് സെൽഫി സ്റ്റിക്ക്. എന്ത് പണ്ടാരാണെങ്കിലും ഇതൊന്നും മാണോ? ആ അതെന്തിനാ? അതിന്റെ റസിയ കദീസുമ്മന്റെ പറമ്പിൽ നല്ല അടിപൊളി ഒരു ചേലമാ ഉണ്ട്. അതിന്റെ മുകളിൽ മാങ്ങ കട്ടെടുക്കാനി. ഇതാവുമ്പോ ഇതിന്റെ വലിപ്പം കറക്റ്റോ. ഉമ്മച്ചിയെ സെൽഫി സ്റ്റിക്ക് കൊണ്ടാരെ മാങ്ങ പറിക്കോ? നിങ്ങക്ക് നാണുണ്ടോ ഉമ്മച്ചിയെ? അതിനിപ്പോ എന്തിനാ നാണിക്കണേ? ഇതിനെ കൊണ്ട് മാങ്ങ അരയ്ക്കാൻ പറ്റൂലേ? ഓ ഇത് മാങ്ങ പറിക്കാണല്ലോ അമ്മച്ചി. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള. ഉം. ആ ജാതി കോലുണ്ടാ ഫോട്ടോ എടുക്കല്? ഉമ്മച്ചിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാ പിന്നെ കോലെന്തിനാന്നല്ല പറഞ്ഞൂടാ. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളിപ്പോൾ അറിവില്ലാത്ത പാവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞുണ്ടോ റോഷിയ? സൗകര്യമില്ല. ഒരു കാര്യവും ഞമ്മക്കിട്ട് പറഞ്ഞു തരികയില്ല. എന്നിട്ട് ലാസ്റ്റ് ഉമ്മച്ചിക്ക് കേട്ട് അറിഞ്ഞൂടാന്ന് പറയുകയും ചെയ്യും. ഇത് എന്ത് കഥ? ആ അതങ്ങനെ തന്നെയാ. ഇതെന്തത് നോക്കട്ടെ. ആ. ഞമ്മക്ക് ഈ സാധനം വേണോ? ഹാ, ഹാ, ഹാ. അല്ല ഇതെന്തേ തന്നെ ചേച്ചിട്ട് ഞങ്ങൾ ചോദിക്കണേ? ഇതെന്താന്നറിയാനുള്ള ബോധവും ബുദ്ധിയൊക്കെ MAT മൂസക്ക് ഉണ്ട്. നമ്മൾ അന്നെ പോലെയല്ല, ഇത്തിരി ബുദ്ധിയും ബോധമുള്ള കൂട്ടത്തിലാ. ഉമ്മച്ചിയെ ഉപ്പച്ചിനെ കണ്ടു പഠിക്കി. ആ. എന്നാ പറയ് ഇതെന്തേതാ? ഇതോ ആ ഇത് മീൻ പിടിക്കണ ചൂണ്ട, മോഡേൺ ചൂണ്ട. എല്ലാം നശിപ്പിച്ച്. വലിയൊരു ബുദ്ധിമാനായ മികച്ചോർക്കാരൻ വന്നിക്കണ്. ചൂണ്ടാണല്ലോ ചൂണ്ട. എന്റെ മനസ്സ് അത് ഫോട്ടോ എടുക്കണ കോലാണ്. ഫോട്ടോ എടുക്കണ കോലു? ആ ഫോട്ടോ ക്യാമറ ഉണ്ടല്ലോ എടുക്കല്. അത് തന്നെയാണ് സംശയം. ഫു. അല്ല ശരിക്കും ഇത് എന്താ മോനെ സാധനം? എന്റെ ഉപ്പച്ചി ഇതാണ് സെൽഫി സ്റ്റിക്ക്. എന്ത് സ്റ്റിക്ക്? സെൽഫി സ്റ്റിക്ക് അതായത് ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പലതരത്തിൽ നമുക്ക് സെൽഫി എടുക്കാം. എന്തെടുക്കാന്ന്? സെൽഫി. അതിന്റെ അത് നല്ല ആണോ റിസാന ഈ പറയുന്നത്? ഉഞ്ച മൂസക്കായ സെൽഫിന്ന് പറഞ്ഞ എന്തേതാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇല്ല. എന്താണ്? റിസ്മോനെ ഒന്ന് വാക്കിയിട്ട് പ്രയോഗിച്ചോടുക്കി. എന്റെ ഉപ്പച്ചിയെ അവനവൻ തന്നെ അവനവന്റെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് ഈ സെൽഫി എന്ന് പറയുന്നത്. ഓ അങ്ങനെ ഇപ്പൊ ഫോട്ടോ എടുക്കലുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ ഒന്നും വേണ്ട. എന്റെ ഉപ്പച്ചിയെ നിങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് മാറണം. ഈ സെൽഫി എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്, ഭയങ്കര നാണക്കേടാണ്. ഈ സെൽഫി എന്ന് പറഞ്ഞത് എന്താന്ന് പഠിച്ചിട്ടേ ഞമ്മക്ക് എന്തിട്ടാനാ? അയിലെ മത്തിയും വിൽക്കണം വിവരം മതി ഞമ്മക്ക്. ഓ ആ വിവരം കൊണ്ടാണ് നമ്മൾ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോണത്. ഈ സെൽഫി കുൽഫി എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാണ്ടേ ഒന്നും പഠിക്കുന്ന കാണുന്നില്ലല്ലോ രണ്ടാളും. ഇങ്ങക്ക് ഇതല്ലാണ്ടൊന്നും ചോദിക്കാനല്ലോ ഉപ്പച്ചിയെ. അത് ചോദിക്കണ ഒരു ഉപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ കടുമാണി. ആ പഠിച്ചെന്ന് ചോദിക്കുന്നല്ലേ വലിയ കടമ. ആ മക്കൾക്ക് പുതിയ ഡ്രസ്സ് വേണോ, ചെരുപ്പ് വേണോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാ. അത് മാത്രല്ല മക്കളെ ഫോൺ റീചാർജ് ചെയ്തോ, നെറ്റ് ബാലൻസ് തീർന്നോ, ഇതൊക്കെ അന്വേഷിക്കേണ്ട ചുമതല മാതാപിതാക്കൾ തന്നെയാ. പത്തുവോ ഞമ്മള് പോവുക. ഇനി ഇവിടെ നിന്ന് ആകെ കച്ചറയോ. ഞമ്മള് പോയി കഷ്ടപ്പെട്ട് മീൻ വിറ്റിട്ട് വരാം. എന്നിട്ട് വേണമല്ലോ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്താൻ. ഓ ശരി നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു പോകും. എന്ത് സൂക്ഷിക്കാനാണ് പത്തു? ദാ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാ ഞമ്മള് പോണേ. രണ്ട് ന്യൂ ജനറേഷൻ മക്കള്. ഉപ്പച്ചിനെ സങ്കടപ്പെടുത്തി ഇറക്കി വിട്ടപ്പോ രണ്ടാക്കും സമാധാനായല്ലോ. കമ്പിയും കോലും കൊണ്ട് വെച്ചിട്ട് പോയിട്ട് പഠിക്ക് റസിയ. എന്റെ ഉമ്മച്ചിയെ ഇപ്പോഴത്തെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ബുക്ക് നോക്കി പഠിക്കുന്ന പഠിപ്പല്ല. ഞങ്ങൾ ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെയാണ് പഠിക്കുന്നത്. നോട്ടുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നത്. എന്തിന്? വാട്സാപ്പിലൂടെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുന്നു. അതാണ് താറ്റ്. അതിന് ഈയും പഠിത്തവും തമ്മിൽ എന്ത് ബന്ധമാണ്? അല്ല അല്ല ഒന്നുമില്ല. ചെറുപ്പേവിൽ പറയുന്നൊന്നും നമ്മ മനസ്സിലാവില്ലല്ലോ. വഴി തെറ്റാണ് ഈ കാക്കണേ. നോക്കട്ടെ പോയി പഠിക്കണോ? നിങ്ങൾ കാണാണ്ട കോലോട് നമ്മൾ വാങ്ങ പറക്കന്നെ ചെയ്യും. പിന്നെ സെൽഫി രാജ്യം മുഴുവൻ അസഹിഷ്ണുതന്റെ പ്രശ്നങ്ങളാ. എന്തെന്ന്? അസഹിഷ്ണുത. അതെന്നെ കൊറേ നാളായിട്ട് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് ഈ അസഹിഷ്ണുത. എന്താ സംഭവം? ആ ഡൽഹിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. JNUവിനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളാ. ആ JNU അതും കൊറേ കേൾക്കുന്നു. ഇതെന്താണ് സംഭവം? അമ്മാതിരി പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്താലേ അന്യായ ലൈക്കും കമന്റും ഒക്കെ കിട്ടും. സംഭവം ഒന്നും എനിക്കറിയില്ല. എന്റെ പ്രശ്നം അതാ, ഇതൊന്നും വ്യക്തമായിട്ട് പിടികിട്ടുന്നില്ല. അല്ല എന്താണ് JNU?
നീ ഒരു കാര്യം ചെയ്, ഗൂഗിളിൽ കയറി നോക്ക്. ഗൂഗിളിലൊക്കെ കയറി നോക്കാൻ വേറെ പണിയില്ലടേ. ജയനു ഒരു സ്ഥലപ്പേരാന്ന് തോന്നുന്നു. കാരണം ജയനുവിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ വാർത്തകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അസഹിഷ്ണുത, രാജ്യദ്രോഹം, ഇതൊക്കെയാണ് ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് മൂപ്പർക്കെതിരെ പറച്ചിലാണ് ഫേസ്ബുക്ക് കംപ്ലീറ്റും. ഇതിനൊക്കെ നല്ല ലൈക്കും കമന്റും ഷെയറൊക്കെയാണ്. എന്നാ സൂപ്പർ സ്റ്റാറിനെതിരെ നമുക്കൊന്ന് തട്ടിയാലോ? അല്ല, കാര്യം അറിയാതെ. പിന്നെ കാര്യം അറിഞ്ഞിട്ടാണല്ലോ, വേറെ പണിയൊന്നുമില്ല. എങ്ങനെങ്കിലും കുറച്ച് ലൈക്കും കമന്റും ഒപ്പിക്കാൻ നോക്കുമ്പോഴാണ് കാര്യം അറിയാൻ പോകുന്നു. മറ്റേ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കാര്യം എന്തായി? ആത്മഹത്യ ചെയ്തിട്ട് എന്ത് കാര്യം, ആള് തട്ടിപ്പോയി, അത്ര തന്നെ. അല്ല, നീ പ്രതികരിച്ചിട്ട് എന്തായി? ഫേസ്ബുക്കിൽ അത്യാവശ്യം ലൈക്കും കമന്റും ഷെയറൊക്കെ കിട്ടിയിരിക്കുന്നു. മരിച്ച കുട്ടീൻ്റെ വീട്ടുകാർക്ക് വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. അതിന്റെ കാലം കഴിഞ്ഞ് ഇനി അടുത്ത പോസ്റ്റിന് സമയമായിരിക്കുന്നു. സൂപ്പർ സ്റ്റാറിനെ 4 ചീത്ത പറഞ്ഞിടാ അല്ലേ? ആയിക്കോ, പക്ഷെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം. ഈ മൊബൈൽ വന്ന പിന്നെ പത്രവായനയില്ല. എന്തിന് വായിക്കണം? കംപ്ലീറ്റ് ന്യൂസ് മൊബൈലിൽ കിട്ടുമല്ലോ. കിട്ടും, പക്ഷെ ആര് വായിക്കുന്നു? 4 ലൈക്കിന്റെ കമന്റിന്റെ പുറകെയാണല്ലോ നമ്മള്. നമുക്ക് വേണ്ടത് ലൈക്കും കമന്റും ഷെയർ. അതിനെന്താ വേണ്ടതെന്ന് ആദ്യം നമ്മൾ ആലോചിക്കണം. അത് ശരിയാ. ഞാനേ ഒരു ജഗബൊക്കെ പോസ്റ്റ് ഇടാൻ പോവാ. എന്തേ? ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച ഒരു 1.5 സാധനം എനിക്കും മനസ്സിലായിക്കില്ല, വായിക്കുന്നവനും മനസ്സിലാവില്ല. നീ സംഭവം പറ കേട്ടോ. രാജ്യം തന്നെ രാജ്യദ്രോഹിയാവുന്ന ഈ കാലത്ത്, ഭാരതാംബയുടെ ചുടുചോര ഇറ്റ് വീഴുന്ന നേരത്ത്, അസഹിഷ്ണുത ഉഷ്ണം പടർത്തുന്ന ഈ വേളയിൽ സൂപ്പർ സ്റ്റാറുകൾ, രാഷ്ട്രീയ കോമരങ്ങൾ, കാണാതെ കാണുന്നതും കണ്ടിട്ട് കാണുന്നതും, പിന്നെ കുറെ കുത്ത് ജെഎൻയുവിൽ ഞാനും നീയും കുറെ കുത്ത് അവസാനം ഞാനും രാജ്യദ്രോഹിയാണോ? പറയൂ കുത്ത്. റിസ്വാനെ, ഒന്നും നോക്കണ്ടടാ, പോസ്റ്റിക്കോ. കിടില സംഭവടാ. എന്നാ അതാ ഇപ്പൊ തന്നെ പോസ്റ്റ് കളയാം. ഇത് ഷെയർ ചെയ്യണം. ഏട്ടടാ, ഇവൻ നോക്ക്. നമ്മളോടാ കളി അല്ല പിന്നെ. മൂസക്കായി, നമ്മളെ മക്കള് പറയണോ ചെയ്യണോ ഒന്നും നമ്മ മനസ്സിലാവില്ല. ഒരു പുതിയ തലമുറയല്ല പാത്തു, നമ്മൾ പഴയ തലമുറ. അപ്പൊ ഒരു പറയണവും ചെയ്യണമെന്നും ചിലപ്പോ ഞമ്മക്ക് മനസ്സിലാവൂല. അങ്ങനല്ലേ? മനുഷ്യൻ ചിന്തിച്ചതിലും സ്വപ്നം കണ്ടതിലും അപ്പുറത്താണ് ഇപ്പൊ ഈ ടെക്നോളജി വന്ന് നിൽക്കണത്. അത് എന്നാണ് പ്രശ്നം? ടെക്നോളജി ടെക്നോളജി അല്ല പാത്തു, ടെക്നോളജി. എന്നെ അത് ഇത്ര കൂട്ട് വളരണ്ടായിരുന്നു. അതാണ് നമ്മക്കും ഒരു പണി കിട്ടിയത്. മാനവും മര്യാദയ്ക്ക് വളർന്നാ മതിയായിരുന്നു ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്? നമ്മക്ക് കോട്ടല്ലേ ഉള്ളൂ. സ്വന്തം മക്കള് പറയണ പൗതി കാര്യം നമ്മ മനസ്സിലാവുണ്ടോ? അല്ല മൂസക്കായേ, ഓല കോൽമേൽ മൊബൈൽ കെട്ടി തൂക്കിയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കയില്ലേ? അതെങ്ങനാണ് നമ്മക്ക് ഞമ്മക്കും ശരിക്കും പിടിയിട്ടില്ല. ലൈക്ക്, കമന്റ്, ഷെയർ, സെൽഫി, കുൽഫി ഇങ്ങനെ പറയണ കേക്കാം. രണ്ടും കൂടി ഉണ്ടല്ലോ. ഓന്റെ DP കൊള്ളാ, ഓളെ DP കൊള്ളാന്നൊക്കെ പറയണ്ട്. എന്തേതാ സത്യത്തിൽ ഈ DP? അത് ഈ ന്യൂ ജനറേഷൻകാരുടെ എന്തേലും തോന്നിയാസേക്കും ഇജ്ജ് അത് മൈൻഡ് ചെയ്യണ്ടെന്നാതി. പിന്നെ അല്ലാണ്ട് ഓളെ DP ഓന്റെ DP എന്നൊക്കെ പറഞ്ഞ എന്താ? അങ്ങനെ ചിന്തിക്കുമ്പോ അങ്ങനെ ഉണ്ട്. എന്നാ ഞാൻ പറഞ്ഞേ. എന്താണെങ്കിൽ ഏത് നേരം ഓല കൈമേല് മൊബൈല. കക്കൂസിൽക്ക് പോകുമ്പോ വരെ മണത്തെ കുത്തിരിക്കുമ്പോ വരെ മൊബൈലും കൊണ്ടാ റിസ്മോൻ പോയില്. ഇതിപ്പോ ഞമ്മളെ കുട്ടികളെ കാര്യം മാത്രല്ല പത്തു, ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെ കഥ ഇതാ. നമ്മക്ക് ഉമ്മായിട്ട് ഫോൺ വാങ്ങിയിട്ട് ഇതൊക്കെ എന്തേതാണെന്നൊന്ന് പഠിച്ചാലോ? എന്നിട്ട് വേണോ ഈ അടുക്കള കയറാണ്ടാവാനും നമ്മള് മീൻ കച്ചവടത്തിന് പോകണ്ടാവാനും. ഞമ്മക്ക് ഇങ്ങനെ കണ്ട് ജീവിച്ചു പോയാ മതി പത്തു. ഫോണ് കയ്യിലില്ലാത്ത ഒരൊറ്റ മനുഷ്യനിപ്പൊ നമ്മൾ കാണുന്നില്ല. അങ്ങനത്തെ അവസ്ഥ അയക്കണേ. ഫോണും കൈ പിടിച്ചിട്ട് തലയും കുനിച്ചു പിടിച്ചിട്ടാണല്ലോ എല്ലാരും നടക്കണേ. പോരാത്തേന് ഫോണിന്റെ അകത്തുനിന്ന് ചെവിയിൽക്കൊരു വയറും ഉണ്ട്. തല നേരാണ്ടിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. ആയിരിക്കൂ. മെനിയാന്ന് ഞാൻ റസിയനോട് പറഞ്ഞു ഒന്ന് വന്ന് പാത്രം ഒന്ന് കെയ്യി തരാൻ വേണ്ടിട്ട്. അന്ന് പോള് പറയാണ് ഓള് ഗ്രൂപ്പ് ചാറ്റിങ്ങിലാണെന്ന്. അല്ല മൂസക്ക, ഇതിന്റെ ഗ്രൂപ്പ് ചാറ്റിങ്? അതിപ്പോ ഈ ഗ്രൂപ്പായിട്ട് ചാറ്റൽ മഴ നനയുന്ന വല്ല പരിപാടിയായിരിക്കും. തേങ്ങാ പിണ്ണാക്ക്. ഈ വേനൽക്കാലത്താണല്ലോ മഴ കൊള്ളു നോക്കാം. ഇജ്ജ് കിടന്നുറങ്ങാൻ നോക്ക്. ഇതൊക്കെ ആലോചിച്ച ഒരു അന്തം കിട്ടൂല. ഗുഡ് നൈറ്റ്. ഇപ്പത്തെ കുട്ടികളൊക്കെ ഓരോ പഠിത്താണ്ടോ. ഞമ്മളൊക്കെ പഴയ ആൾക്കാരാണ്. നമ്മക്കും പഠിക്കാൻ. നമ്മള് ലൈറ്റ് ഓഫ് ആക്കേ. ഫേസ്ബുക്കിലൂടെ പ്രണയാഭ്യർത്ഥന നടത്തി
+2 വിദ്യാർത്ഥിനിയുടെ സ്വർണം കവർന്നെടുത്ത യുവാവിനെ പോലീസ് പിടിച്ചു. പച്ചമത്തിക്കുള്ളിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച മീൻ കച്ചവടക്കാരനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാ അങ്ങോട്ട് നോക്ക്. നമ്മള് വായിച്ചത് ഉള്ള വാർത്തയാ. ഞാനും വായിച്ചുള്ള വാർത്ത തന്നെയാണ് ഉപ്പച്ചേ. ഈ വല്ലാണ്ട് വളച്ചെടുത്ത് വാർത്ത നിങ്ങൾ ചൂടാണ്. പിന്നെ മര്യാദ പറഞ്ഞാ പോരെ. ഈ വെറുതെ ഇല്ലാത്ത മീകാര വാർത്ത ആ വായിക്കരുത്. പറയേണ്ട കാര്യമുണ്ട്. രണ്ടാളും കൂടി രാവിലെ തന്നെ കച്ചറ ഉണ്ടാക്കല്ലേ? പിന്നല്ല. അല്ല റിസ്മോനെ, ആ. മെച്ചി മയ്യത്താകുന്നതിന് മുമ്പ് ഒരു ദിവസം അന്റെ കയ്യിൽ കുന്ത്രാണ്ടല്ലാണ്ട് മെച്ചിക്ക് കാണാൻ പറ്റും? സോറി, കുറച്ച് ബുദ്ധിമുട്ടാ. കണ്ടില്ലേ? പാത്തോ, യുവതലമുറന്റെ ഒരു അവയവമാണ് ദാ ഈ മൊബൈൽ. ഇതാ വരുന്നു അടുത്ത യുവതലമുറ. നമ്മൾ ഇനി ചായ ഇടേണ്ടി വരുമല്ലോ. ചായ മാത്രല്ല, ചിലപ്പോ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരൂ. ഉപ്പ ഉമ്മ സുഖല്ലേ? നല്ല സുഖം തന്നെ. അല്ല, ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ പോണു മോനെ. പണ്ടത്തെ പോലെ നല്ല ഇപ്പം ഒരുവിധം തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അല്ല, എനിക്ക് ചായമാണോ മോനെ? ഹോർലിക്സ് ഉണ്ടോ ഉമ്മ? അല്ലോ ഇല്ലേലോ. നമ്മളുമാണെങ്കിൽ ഓടിപ്പോയി ഹോർലിക്സ് വാങ്ങിക്കൊണ്ടൊന്നും ഉണ്ടാക്കി തരാം. ഓ അതൊന്നും വേണ്ട, ചായ മതി. നാ കുത്തിരി ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടു തരാം. റിസ്വാനെ, നിന്റെ പോസ്റ്റിന് ഗംഭീര കമന്റ് ഷെയർ ആണല്ലോ. അതാ പറയുമ്പോ പോസ്റ്റ് ഇടുമ്പോ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. എന്ത് പോസ്റ്റാ? ഇലക്ട്രിക് പോസ്റ്റാ? പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ന്യൂ ജനറേഷൻകാർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് സംസാരിക്കരുത്. ഓ സോറി മോനെ, ഉപ്പാനോട് ക്ഷമിച്ചാളൂ. ആ സംസാരിക്കുന്നു. ഇവിടെ പറഞ്ഞു നിർത്തിയേ. നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി. ആ, ഒരു മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലുള്ള പോസ്റ്റ് ഇട്ടാലുള്ള പ്രയോജനം ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? വായിക്കുന്ന മനസ്സിൽ വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ്. മനസ്സിലായി കഴിഞ്ഞാൽ പോയില്ലേ. ഓ ശരിയാ. ആ, എലക്ഷനോടനുബന്ധിച്ച് അമ്മ അതിൽ വേറൊരു പോസ്റ്റർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാ? ആ, ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ, ഇടവും വലവും വലിക്കുമ്പോൾ, ചൂണ്ടുവരലിൽ മഷി പുരളുമ്പോൾ ഞാൻ വിരൽ ചൂണ്ടുന്നു ജനാധിപത്യത്തിന് നേരെ. ഇതില് കുത്തുകുത്തില്ലേ? ഇതിനതിന്റെ ആവശ്യമില്ല. ആ അല്ല, ശരിക്കും എനിക്ക് വട്ടായിക്കണം മോനെ. ഇപ്പൊ ഇതൊക്കെ ഞങ്ങളെ നമ്പറുകളാണ്. നമ്മളിന് നമ്പർ എന്നല്ല പറയാ, ബട്ട് എന്നാ പറയാ. ഓ ബട്ട്. ശരി. ആ. ഒന്ന് വേഗം വരീന്ന്. ഇവിടെ കുമാരനെ വീണ് തീ പിടിച്ച്. തീ പിടിച്ചോ? ആ, തീ പിടിച്ച്. പോരാ പോരാ. എടാ നിങ്ങൾ വരുന്നില്ലടാ. അല്ല ഉപ്പച്ചേ, അല്ല ചായ വന്നില്ല. നമ്മക്കൂടെ ഒന്ന് പോയോക്കടാ. മോശല്ലേ, ഒരു പുറക്ക് തീ പിടിച്ചല്ലേ. ശരിയാ, തീ പിടിച്ചതല്ലേ, നല്ല ഫോട്ടോസ് കിട്ടും. ഉമ്മച്ചേ, ഉമ്മച്ചേ, ഞങ്ങൾ പോവാൻ ട്ടോ. അല്ല നിങ്ങൾ എടുക്കാൻ പോണേ ചായ മണ്ടേ മോനെ? അല്ല, അത് കുമാരേട്ടന്റെ പുറക്ക് തീ പിടിച്ച് ഉപ്പച്ചി അങ്ങോട്ട് ഓടിയുണ്ട്. ഞാളും പോവാ. നടക്കടാ. നവേൻ ചെല്ലി. ആ പൊര മൊത്തം കത്തി തീരുന്ന പിന്നെ കാണണം. വേമ്പാ. ചെറുബേ കാക്കണേ. കുമാരേട്ടന് ജനകീർത്തിക്കൊന്നും പറ്റാണ്ടിരുന്നാതി. ഐറ്റങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അങ്ങനെ ആണേക്കോ? അനിയും സുനിയോ കേടുക്ക് പോയി നയിക്കോ? ഐറ്റങ്ങൾ ആടെ ഉണ്ടായി നയിക്കോ? എന്തേതാ റസിയ? കുമ്മാക്കായ ഒരു പെൺകുട്ടി എണീറ്റ് വരേണ്ട സമയമാണോ റസിയാദി? എന്താ പെൺകുട്ടിക്ക് ഈ സമയത്ത് എണീറ്റൂടെ? ദാ നിന്ന് വർത്താൻ പറയാണ്ടേ പഠിച്ചോനോട് ദാർക്ക്. ആ കുമാരേട്ടന് ജാനകേഴ്ത്തിക്കൊന്നും പറ്റരുതേന്ന്. ഓല പൊറുക്ക് തീ പിടിച്ച റസിയ. ആ അത് ഞാൻ അറിഞ്ഞ്. ഈ എങ്ങനെ അറിഞ്ഞേ? ഈ ഉറങ്ങിക്കിടക്കല്ലേ, നിനക്ക് എന്താ ദിവ്യദൃഷ്ടി കണ്ടോ? ദിവ്യദൃഷ്ടിയൊന്നുമില്ല, പക്ഷെ ഫേസ്ബുക്ക് ഉണ്ട്. റിസ്വാൻ ഫോട്ടോ ഇട്ടത് ഞാൻ കണ്ട്. ആ ഓൻ തീ പിടിക്കുന്നതിന് മുന്നേ ഫോട്ടോ പിടിച്ചോ? എന്തൊക്കെയാണ് ബദിരീങ്ങളെ സംഭവിക്കണേ? ടെക്നോളജിന്റെ ഒരു വളർച്ച. എന്തിന്റെ വളർച്ച? സംഭവം മനസ്സിലാക്കണല്ലോ ഇല്ലേ? ആ ചായ തരീ. പാല് ഫ്രിഡ്ജിലുണ്ട്, പഞ്ചാരയും ചായപ്പൊടിയും ഉണ്ട്. ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിച്ചോണം. ഈ ഫേസ്ബുക്കും വാട്സപ്പും കൂട്സപ്പും ഗ്രൂപ്പ് ചാറ്റും ഒന്നും മാത്രം പോരാ. ഒരു ചായ ഉണ്ടാക്കാനും പെൺകുട്ടികൾ പഠിക്കണം. ന്യൂ ജനറേഷൻകാർ വന്നിക്കണം. എന്തായി മൂസക്കായി? കുമാരേട്ടന്റെ അടലോൽക്ക് പറ്റിയില്ലേലോ? തക്ക സമയത്ത് നമ്മൾ അവിടെ എത്തിയോണ്ട് ഒന്നും പറ്റില്ല, ആർക്കൊന്നും പറ്റില്ല, പെരക്കൊന്നും പറ്റില്ല. അല്ല പിന്നെ പെങ്ങൾക്ക് എന്തേത്ത ഒരു ദേശീയോ? എന്റെ പാത്തുവോ, ആ തീപിടുത്തത്തിന്റെ ഇടയ്ക്ക് ഈ രണ്ട് ബലാലുകൾ എന്താ ചെയ്തോന്ന് അറിയാൻ എനിക്ക്? തീപിടുത്തം ഫോട്ടോ എടുക്കുക. ഓരെ രക്ഷിക്കാനോ പെരപ്പുറത്തിന് വെള്ളം ഒഴിക്കാനോ ഇവർക്ക് തോന്നിയില്ല. ഫോട്ടോ എടുത്ത് നടക്കേനി. നല്ല കിട്ടുന്ന ഫോട്ടോസ് ആയിരുന്നല്ലടാ. നല്ല ലൈക്ക് ഉണ്ടല്ലോ. ഞാൻ ഒരു ലൈക്ക് അനക്കൊക്കെ ഏടേണ്ട മനുഷ്യത്തോ. തീ പിടിച്ച് മനുഷ്യന്മാര് ചാവാൻ കിടക്കുമ്പോ ഫോട്ടോ എടുത്ത് നടക്കലാണ്ടാ പണി. സോറി പിച്ചേ,
ഞങ്ങൾ ചെയ്തത് തെറ്റായെന്നറിയാം. ആ സമയത്ത് അങ്ങനെ ചെയ്യാനാ തോന്നിയത്. നിങ്ങൾക്ക് അതേ തോന്നൂ. അങ്ങനെ തോന്നാണ്ടക്കണമെങ്കിൽ ദിവസം കുറച്ചു നേരമെങ്കിലും ഈ മൊബൈൽ നല്ല സാധനം എടുത്തൊന്ന് താഴ്ത്ത് വെക്കണോ? എന്നിട്ട് ചുറ്റുപാടും എന്താ നടക്കണമെന്ന് നോക്കണോ? ഈ ഫേസ്ബുക്കിന്റെ ഫോണിന്റെ ഒക്കെ അപ്പുറത്ത് ഒരു ലോകം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണോ? ഇന്നു മുതൽ ഞങ്ങൾ അതിനെ ശ്രമിക്കും. ഇല്ല റിസ്വാനെ? ഉറപ്പ്. ഈ ഫോണിൽ മാത്രം ഒതുങ്ങിയുള്ള ജീവിതം ശരിയായ ജീവിതമല്ലെന്ന് ഇന്നത്തെ സംഭവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്യും. ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കുടുംബത്തിന് ചെയ്യാൻ ചില നിർദ്ദേശങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടേനു. അതൊക്കെ ലൈക്ക് കിട്ടാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ്. ഇനി അതൊക്കെ യാഥാർത്ഥ്യമാക്കണം. അതിന് ഇറങ്ങി പ്രവർത്തിക്കാൻ പോവാ. ഇറങ്ങി പ്രവർത്തിക്കണോ? എന്നാലേ മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓരോ പ്രശ്നങ്ങൾ അറിയുള്ളൂ. ഓൺലൈൻ പ്രവർത്തനം നിർത്തി നമുക്ക് കളത്തിലേക്ക് ഇറങ്ങാല്ലേ റിസ്വാനെ? യെസ്. തൽക്കാലം ഇനി കുറച്ചു കാലത്തേക്ക് ഓഫ്ലൈൻ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. മീറ്റ് വിത്ത് യു. ഇത് ഞാനും അവന്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ ഈ തീരുമാനം ഒരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് പോസ്റ്റ് ചെയ്യണം. ഇനി ഈ സെൽഫി എടുത്തിട്ട് FB യിൽ പോസ്റ്റ് ചെയ്യണോ? ഇല്ല.